എന്നെക്കാളും 18 ദിവസത്തിന് മൂത്തതാണ്. ഞാൻ ഇത്താന്നാണ് വിളിക്കേണ്ടത്, പക്ഷെ എന്റെ അഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല. ഫോർമൽ രീതി എന്ന് പറയുന്ന പേര് വിളിക്കലാണല്ലോ. ഇത് ഞാൻ ഇക്കാണെന്ന് വിളിക്കാൻ നിൽക്കുന്നില്ല. സജന എന്നാണ് ഡയാനയുടെ വീട്ടിൽ വിളിക്കുന്ന പേര്. സജന എന്റെ സജന, നീ മുഖം മറച്ചിരിക്കുന്നത് എന്തിനാ? നിന്റെ പേരാണല്ലോ വീട്ടില് സാധാരണ അല്ലേ അച്ചു കിച്ചു. എന്നെ സജുന്ന് വേറെ ആരും വിളിച്ചിട്ടില്ല. ഷമീനെ വീട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണ്. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ലൈൻ കട്ട്. ഇതൊന്നും പറയൂല. കൊരങ്ങനൊക്കെ ഇടാൻ പേര്. സത്യം. ഏത് പേരായിരിക്കും വിളിക്കുന്നത്? കുടുംബക്കാര് ദയവേത് കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് പോയി കമന്റ് ചെയ്ത്. നിങ്ങൾ രണ്ടുപേരും കണ്ട് അത്യാവശ്യം ഫിറ്റ് ആയിട്ട് തന്നെയാ കേട്ടോ. ഞാൻ വിടട്ടെ വയറ്. ആസ് എ വൈഫ് എന്നുള്ളതിൽ ഏറ്റവും അടിപൊളി ഒരു ക്വാളിറ്റി എന്താണ്? വൈഫ് എന്ന നിലയിൽ കണ്ണു നോക്കി മിഴിപ്പിച്ച് കാണിക്കും. എന്തോന്ന് പറയുന്നാണ് ഉദ്ദേശിക്കുന്നത്. ശൈലിയിൽ പറഞ്ഞു പറയാം. അതല്ലേ വളർത്തിയെടുക്കാൻ പറയും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. യൂഷ്വലി ഇപ്പൊ നിങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലൈഫിന് വേറൊരു വേർഷനിലൂടെ കാണുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം ഇപ്പൊ കാണുന്ന അല്ലെങ്കിൽ ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പിൾ വ്ളോഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് കാണിക്കുക, സോഷ്യൽ മീഡിയ കാണിക്കുക, അതിൽ വന്ന് 100 കമന്റ് ഇടുക, ഇത് എത്ര നാള് കാണും, ഇത് എത്ര അതിനൊക്കെ എങ്ങനെ നിങ്ങൾ നോക്കി കാണണം? കാരണം ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ലൈഫിനെ കാണുന്ന രണ്ട് വ്യക്തികളായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം അല്ല, നിങ്ങൾക്ക് നോക്കി കാണുന്നു. അല്ല, എന്താ ഈ കമന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ല. ഇങ്ങനത്തെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ബോധേർഡ് ആണോ? ഇങ്ങനെ ലൈക്ക് വേണ്ട, നമ്മുടെ പ്രൈവറ്റ് സ്പേസ് നമുക്കുള്ളത് അങ്ങനെ വിചാരിക്കുന്ന കൂട്ടത്തിലാണ്? അതായത് ഇപ്പോ പ്രൊഫഷൻ എന്ന നിലയ്ക്ക് ഇപ്പോ ഒരു വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രസന്റേഷനിൽ നമ്മൾ രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണ്. ഇൻഫാക്ട് ഞങ്ങൾ ഒരു വ്ളോഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആൾക്കാർക്ക് എന്താണോ കാണാൻ താല്പര്യം, എല്ലാവർക്കും ഇഷ്ടമാണ്. പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനും ഡെയിലി ലൈഫ് അതൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. സോ അറിയില്ല, നമ്മൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. വെറുതെ ഞങ്ങൾ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് പോയായിരുന്നു. ആ ട്രിപ്പ് പോയ സമയത്ത് കുറെ വീഡിയോസ് എടുത്തു. ജസ്റ്റ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഒരു ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ സന്തോഷത്തിന് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് സ്റ്റോറി ഇട്ടു, അത്രേ ഉള്ളൂ. ആ ഒരു വ്ളോഗ്, ട്രാവൽ വ്ളോഗ് മാത്രമേ ഇട്ടുള്ളൂ. അടുത്ത എന്ത് ഇടുന്നുള്ളത് നമുക്ക് ഡയാന അമീൻ, ഡയാന ഹമീദ് മാറ്റിട്ട് അമീൻ വ്ളോഗ്. ഓക്കെ, അത് മാത്രമാണ് ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ 2 വീഡിയോസ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തു. അത് നമുക്കറിയില്ല അതിന്റെ ഭാവി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുമായിരിക്കും. അറിയാൻ ഇനി പ്രഷർക്കല്ലേ എല്ലാവർക്കും വളരെ ക്യൂരിയോസിറ്റി കാണും. പിന്നെ ഞങ്ങളൊരു ആഗ്രഹം കുറച്ചുകൂടിയൊക്കെ ഒരു എന്താ പറയാ സം ഇൻഫോർമേറ്റീവ് കണ്ടന്റ് കൊടുക്കണം എന്നാണ് താല്പര്യം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനത്തെ കണ്ടന്റ്സ് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാല് ഞങ്ങള് കല്യാണം ഇങ്ങനെ സംസാരം നടക്കുന്ന സമയത്ത് വൈബ് ഒരുപോലെ ആകണമില്ല എന്നുള്ള കാര്യം ഒന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് കുറെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഞങ്ങള് കാണുന്ന യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അപ്പൊ അത് ഒന്ന് ജൂലിയസ് മാനുവല്, സഫാരി, ബാബു രാമചന്ദ്രന്റെ ചാനല്, അലക്സ് പ്ലേന്റെ ചാനല്, പിന്നെ നമ്മുടെ PS ചന്ദ്രമോഹൻ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് ചന്ദ്രമോഹൻ അത് മാത്രമല്ല, കൂടുതലും കൊലപാതകം രാത്രി വന്ന് വെട്ടിക്കൊന്നു. അയ്യോ അത് കേൾക്കണോ? കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അങ്ങനത്തെ കുറെ ചാനൽസ് കാണുമായിരുന്നു. അതായത് ജൂലിയസ് മാനുവലിന്റെ ചാനലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അമീനും അത് ഭയങ്കര ഫാനാണ്. എനിക്കിഷ്ടമാണ്. പിന്നെ ഞാൻ അദ്ദേഹം തുടങ്ങുന്ന സമയം മുതലേ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ മനസ്സിലായി ഇൻട്രസ്റ്റ് കുറച്ച് സിമിലർ ആണ്, കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് സിമിലർ ആണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ഞങ്ങൾ സെയിം ഇയർ ആണ്, 90s കിഡ്സ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ്
ഔട്ട്ലുക്ക് ഉള്ള ആൾക്കാരാണ്, റിലീജിയസ് ഔട്ട്ലുക്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പൊ ആ കാര്യത്തിലൊന്നും പിന്നെ വലിയ വ്യത്യാസങ്ങളില്ല. വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, എല്ലാം സിമിലർ ആണ്. അപ്പൊ പിന്നെ ഒന്നും വിചാരിച്ചില്ല, പോരുന്നു എന്റെ കൂടെ. ഈ നിങ്ങളുടെ കസ്റ്റം അനുസരിച്ച്, ഇപ്പൊ നമ്മുടെയൊക്കെ ക്രിസ്ത്യൻ കസ്റ്റം അനുസരിച്ച് അച്ചായൻ, ഇച്ചായൻ, അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഇക്ക അല്ല ഇക്കു എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? സ്നേഹം വരുമ്പോഴോ, സ്നേഹം കൂടുതൽ തോന്നുമ്പോഴോ? അത് ഭയങ്കര ക്ലീഷയായ ഒരു സംഭവം. അത് അങ്ങനെയൊന്നുമില്ല. അല്ല, വേറൊരു കാര്യമുണ്ട് അതിനകത്ത്. എന്നെക്കാളും 18 ദിവസത്തിന് മൂത്തതാണ് അവള്. 18 ദിവസത്തിന്. അപ്പൊ ഒരിക്കലും ഞാൻ ഇത്താന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ എന്റെ അഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല. ഞാനൊന്ന് തിരിഞ്ഞേക്ക്, എന്നെ വിളിച്ചതെന്നാണോ? ചേച്ചിന്ന് വിളിക്കുന്ന നമ്മള് ഇത്താ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഒന്നുമില്ലേ, വയസ്സിന് മൂത്തവര് വിളിക്കാറുണ്ട്, എന്നാലും ചെറിയ ഡിഫറൻസ് ഉള്ളവര് വിളിക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ റെസ്പെക്ടിന്റെ പുറത്ത് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ നമ്മള് ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ പേര് വിളിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോർമൽ രീതി എന്ന് പറയുന്ന പേര് വിളിക്കലാണല്ലോ. പിന്നെ ഞാൻ ഇക്കാനൊന്നും വിളിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് ഇവിടെ മൂത്തനാവണ്ട, റെസ്പെക്ട് തരുന്നുണ്ട്, പക്ഷെ എന്നാലും വേണ്ട, രസമില്ല. ഓക്കെ. അല്ല, ചിലവരൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല? അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര അത് വേണ്ട, നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ. നെയിം തന്നെ വിളിക്കുന്നത്? നെയിം അല്ല, എന്നെ അമീൻ എന്ന് വിളിക്കും, ഞാൻ സജു എന്ന് വിളിക്കും. സജന എന്നാണ് ഡയാനയുടെ വീട്ടിൽ വിളിക്കുന്ന പേര്, സജന. ഞാനത് ഷോർട്ട് ആക്കിയിട്ട് സജു. അത് വലിയ പേരാണല്ലോ വീട്ടില്. സാധാരണ അല്ലേ അച്ചു, കിച്ചു, സജു എന്ന് വേറെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ വീട്ടിൽ ഇപ്പൊ ജനിച്ചപ്പെട്ട പേരാണ് സജന, സ്കൂളിൽ ചേർത്ത പേരാണ് ഡയാന. സോ സജു എന്ന് ആരും എന്റെ വീട്ടിൽ വിളിച്ചിട്ടില്ല. എന്നിട്ട് വിളിക്കുന്ന അമീനാണ് സജു. അപ്പൊ ഷമീനെ വീട്ടിൽ വിളിക്കുന്ന പേര് വേറെയാണ്. ഞാൻ ലൈൻ കട്ട് അടുത്ത സാധനം ഇനിയൊന്നും പറയൂല, ഭീഷണി. അത് വളരെ ശോകമായിട്ടുള്ളൊരു പേരാണ്. ചെറിയ കുട്ടികൾക്ക് കൊഞ്ചിച്ച് വിളിക്കൂലേ, അങ്ങനെ. ഞാൻ ഇളയ മോനായിരുന്നു, അപ്പൊ എന്നെ കൊഞ്ചിച്ചൊരു പേര് വിളിച്ചായിരുന്നു. കൊച്ചൊന്നുമല്ല, അതില് ശോകമാണല്ല, ചക്കരയൊന്നും അല്ല. കുടുംബക്കാര് ദയവ് ചെയ്ത് കുടുംബക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് പോയി കമന്റ് ചെയ്യരുത്. കസിൻസ് ചേട്ടന്മാരൊക്കെ ഒന്ന് കമന്റ് ഇടുവോ? ഏത് പേരെ വിളിക്കും? എല്ലാവർക്കും ഈ പേരറിയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ആദ്യത്തെ കിളിക്കൂടിലെ ഫാൻസ് പാറ ഇനി ഞാൻ കുട്ടീനെ കളിയാക്കൂല കേട്ടോ. അല്ല, കളിയാക്ക പ്രോമിസ് ചെയ്തോണ്ടല്ലോ, ഞാൻ ചോദിപ്പിക്കുന്നില്ല, കളിയാക്കി ഞാനായിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പൊ ആ പേര് വിളിക്കാൻ അത്രയും ബോർ പേരാണ് അപ്പൊ വീട്ടുകാർ വിളിക്കുന്നത്. നല്ല പേരാണ്, പക്ഷെ പറയുന്നത് ചെറിയ കുട്ടിയാകുമ്പോ 4 വയസ്സുള്ള കുട്ടിക്ക് അതിന് നല്ല പേരാ. ഉണ്ണിന്നായിരിക്കും അല്ലേ? വാവയായിരിക്കും എന്തായാലും. ഇത്രയും പേരൊക്കെ അല്ലേ ഉള്ളൂ? ഞാൻ അങ്ങനെ ആ പേര് വേറെ ആരും അങ്ങനെ വിളിച്ചു കേട്ടില്ല. വേറെ ആർക്കും അങ്ങനെ. വീട്ടിൽ എന്താ വിളിക്കുന്നേ? ആ പേരും കൂടെ അങ്ങ് പഠിപ്പിക്കായിരുന്നു. അല്ല, ഇപ്പൊ ഈ ഉപ്പുമ്മയൊക്കെ ഈ പർട്ടിക്കുലർ ആ നെയിം വിളിക്കുമ്പോ ഇപ്പോഴും അവരെ അങ്ങനെ വിളിക്കുമ്പോ എത്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിളിക്കരുത്. ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. എനിക്കിഷ്ടമല്ല. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവരുടെ നാട്ടിൽ പോയപ്പോ അമ്മീന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, കളിക്കൂട്ടുകാര്, വലിയ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അമ്മു അല്ലേ, അമ്മു എന്നോടൊന്ന് പറഞ്ഞു, എന്റെ വയല് വന്നോ, അല്ലൂന് ആ പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയും, അങ്ങനെ ദേഷ്യം വരുമെന്ന് പറയാം. അല്ലൂന്ന് വിളിക്കുന്നവരുണ്ട്, അൽ അമീൻ എന്നാണ് എന്റെ ഫുൾ നെയിം. അപ്പൊ അൽ ചേർത്ത് അല്ലൂന്ന് വിളിക്കുന്നതുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു അറിയാതെ ടങ് സ്ലിപ്പായിട്ട് ആ പേര് വന്നെങ്കിൽ ഇപ്പൊ ഒരാള് ഭദ്ര പോലെ ഇന്നും ആ വീട്ടില് ഒരു പണി ഞാൻ ചെയ്യില്ല. കെനി എന്നുള്ള പേരൊക്കെ മതിയായിരുന്നു, വീട്ടിലും അതന്നെ വിളിക്കാം. വിളിക്കുന്ന ഒരു ചിപ്പിന്നാണ്. അതുപോലത്തെ പേരാണ്. ഇത് നല്ല പേരല്ലേ? അതുപോലത്തെ ഒരു പേര് ചിപ്പി നല്ലതല്ലേ? ചിപ്പി നല്ല പേരാണ്. ചിപ്പി ഒരു പേരായിട്ട് നമുക്ക് ഇടാം. അതെ. ഇത് പേരായിട്ട് ഇടാൻ പറ്റൂല, അതാണ് പ്രശ്നം. എല്ലാരും വെള്ളം കുടിക്കുന്നവരൊക്കെ ഇടാൻ പേര്. സത്യം. ഇടാമോ? നമ്മുടെ ഈ ബാലരമയിലൊക്കെ കൊരങ്ങന്റെ ഒക്കെ ചിലപ്പോ ചിപ്പിയല്ല കേട്ടോ എന്റെ പേര്. ക്യൂരിയോസിറ്റി ഇത് അതുപോലെ അടുത്ത സാധനം പിടി.
അടുത്ത സാധനം ടോപ്പിക്കിന് ക്ഷാമാണോ? ഞാൻ തരാം. വേണ്ട വേണ്ട വേണ്ട, ടോപ്പിക് അത്യാവശ്യം ഞാൻ ഇറക്കുന്നുണ്ടെന്നൊക്കെ. ഇപ്പൊ നിങ്ങളുടെ ഷൂട്ട് ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ, ഇപ്പൊ നിങ്ങൾ രണ്ടൊരു വീട്ടിലാണ്, നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? എഴുന്നേക്കാൻ ഒരു 11 മണിയൊക്കെ ആവൂലേ? ഒരു 11 മണിയാകും എഴുന്നേൽക്കാൻ. അപ്പഴത്തേക്ക് ലഞ്ചിന്റെ സമയമാവും. അപ്പൊ ഒന്നെങ്കിൽ കുക്ക് ചെയ്യാനിരിക്കും, അല്ലെങ്കിൽ നമ്മള് മടി പിടിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാന്ന്. ബാക്കി പറഞ്ഞു അത് വരെ ഞാൻ എത്തിച്ചു. ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് ഓർത്തോടെ സ്റ്റക്കായി പോയത്. 11 മണിക്ക് നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുവാണല്ലോ. അപ്പൊ കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3 മണിയാകും. കുക്കിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ സമയം റെഡി ആകുന്നത്. അപ്പൊ നമുക്ക് നല്ല വിശന്ന് പോവും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ ഇപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് വരും. എന്നിട്ടൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ മേടിച്ച് വരുമായിരിക്കും. ഹോപ്പ്ഫുള്ളി ഒരു 5 മണിയാകുമ്പോഴത്തേക്കും 5 മണി അധികം ലഞ്ച് റെഡി ആവും. 11 മണിക്ക് എണീറ്റ് ഞാൻ 5 മണിക്ക് ഞാൻ നല്ല സമയം എടുത്ത് കുക്ക് ചെയ്യും. സ്പീഡിൽ അങ്ങനെ ഒന്നും പറ്റില്ല. ഞാൻ നല്ല സമയം എടുത്ത് നോക്കി അതെ അരിഞ്ഞ് നന്നായിട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് നല്ല സമയം എടുത്ത് കുക്ക് ചെയ്ത് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് റെഡി ആകും. ഞാൻ ആ സമയത്ത് വല്ല ക്യാരറ്റ് പച്ചക്ക് അതൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഓരോന്നും എന്റെ വയറ്റിലോട്ട് പോകും. അല്ലാതെ വിശന്നിരിക്കാൻ ഇതാണല്ലേ. ഞാനോർത്ത് നിങ്ങളുടെ ഓരോ ദിവസം രാവിലെ എണീക്കുന്നു, ഞങ്ങളുടെ ദിവസം ഫുൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞു. ഒരു നേരമാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള ദിവസം കഴിക്കുന്ന ഭക്ഷണം അല്ലേ? അത് തന്നെ രാത്രിക്ക് ബാലൻസ് വരും. ഉണ്ടാക്കുമ്പോ കുറെ കൂടുതൽ ഉണ്ടാക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും 2 പേർക്കായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. ഉണ്ടാക്കുമ്പോ ഒരുപാട് ഉണ്ടാക്കി പോകും. അതെ വല്ലാത്തൊരു ലൈഫാണ്. നിങ്ങളെങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെ ഒന്നല്ല? വർക്ക്ഔട്ടും കാര്യങ്ങളും നിങ്ങളെല്ലാം അല്ല, ആക്ച്വലി ഞങ്ങളല്ല. ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാത്തത് വലിയൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കണ്ട് അത്യാവശ്യം ഫിറ്റ് ആയിട്ട് തന്നെയാട്ടോ. ഞാൻ വിടട്ടെ വയറ് ഇങ്ങനെ ചിരിക്കണം. ഒന്നാമത് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയോണ്ടല്ലേ റെഗുലർ ആകാൻ. അതാണ്. രാവിലെ സീരിയലിനാണെങ്കിൽ രാവിലെ 6 മണിക്ക് വണ്ടി വരും, രാത്രി 10 മണിക്ക് വരുള്ളൂ. ഈ 6 മണിക്ക് വണ്ടി വരണമെങ്കിൽ ഞാൻ 5 മണിക്ക് എണീറ്റ് എന്റെ പരിപാടികൾ തുടങ്ങണം. എന്നിട്ട് രാത്രി 10-10:30 ആകുമ്പോ എത്തും. പിന്നെ കുളിച്ച് കിടക്കുമ്പോഴത്തേക്കും 11:30 ആവും. ഇതിനിടയിൽ സമയമില്ല. പിന്നെ ബാക്കി 15 ദിവസങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. മലപ്പുറം, എറണാകുളം, ട്രിവാൻഡ്രം 3 സ്ഥലത്ത് മാറി മാറി 15 ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരും. ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഉഴപ്പി നടക്കുന്നത്. അതാണ് സത്യാവസ്ഥ. അതാണ് എല്ലാ മടിയന്മാരുടെയും പ്രശ്നം. ഇതാണ് ഓ ശരിയാണ്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇന്റർവ്യൂവിനും കൂടെ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇന്ന് വർക്കൗട്ടിന് വേണമെങ്കിൽ 3 ജില്ലകളിൽ എനിക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ച് മടി കാരണം ഇങ്ങനെ നിൽക്കും. വെറുതെ പറയാണ്. അതെ, അതാണ് സംഭവം. അമീന് ഉറക്കം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അമീൻ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് അമീൻ ഇങ്ങനെ തൂങ്ങി വരും. 10 മണിക്ക് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ കുറയും കളയും. ഓക്കെ, എന്നിട്ട് രാവിലെ ഒരു 7 മണിക്കൊക്കെ എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറഞ്ഞെങ്കിൽ ഒരു 12 മണി കഴിയണം. എഴുന്നേക്കണമെങ്കിൽ ഒരു 9:30-10 മണിയാകും. നിങ്ങളുടെ സ്ലീപ്പിംഗ് സ്ട്രക്ചർ തന്നെ വേറെ. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഉറക്കത്തിന്റെ കാര്യം, 2 തണുപ്പ്. അതെ, എനിക്ക് തണുപ്പ് പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ AC ഒക്കെ ഞാനൊരു 24 ഇട്ട് കിടന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഓഫ് ചെയ്യും. അതിന് 16 വിത്ത് ഫാൻ വേണോ? ആലോചിച്ച് നോക്ക് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളല്ലേ എന്റെ അവസ്ഥ ആലോചിച്ചു. 16 വിത്ത് ഫാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ വിത്ത് ഫാൻ ആണോ എന്ന് ചോദിച്ചത്. തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആളാ? എനിക്കല്ല, ഹസ്ബൻഡിന് വിത്ത് ഫാൻ. അത് മഴയായാലും എത്ര തണുപ്പായാലും അവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു കെറ്റിൽ വെള്ളം എടുത്താലും ഞാനത് കൊണ്ട് ചൂടാക്കാൻ വെക്കും, അമീൻ അത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും തണുക്കാൻ. ആ വ്യത്യാസമാണ് ഞങ്ങൾ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ ആക്ച്വലി ആദ്യം കല്യാണം ആലോചന തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ച കാര്യമുള്ളൂ എന്താണ് നടക്കും തോന്നുന്നു. കാരണം എനിക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോകുന്നു. 3-4 ബ്ലാങ്കറ്റ് നോക്കുമ്പോ ഒരു 10 ബ്ലാങ്കറ്റ് മേത്തില്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് 16 ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും
ഞാൻ തണുത്ത് മരവിച്ച് ഇങ്ങനെ മരിക്കാറുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ടൈമർ വെക്കും, Timer വെക്കും. ടൈമർ വെക്കും 2 മണിക്കൂർ. പിന്നെ അങ്ങനെ എനിക്ക് ഉറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താളത്തിൽ ഞാൻ അങ്ങ് പോകും. ആ. ഈ ചേച്ചിയിൽ കണ്ട ഏറ്റവും ആസ് എ വൈഫ് എന്നുള്ളതിൽ ഏറ്റവും അടിപൊളി ഒരു ക്വാളിറ്റി എന്താണ്? ഒരു വൈഫ് എന്ന നിലയില്, ക്യാരക്ടർ ക്വാളിറ്റി അല്ല, ഭാര്യ എന്ന നിലയില് കണ്ട ഒരു ഏറ്റവും അടിപൊളി ക്വാളിറ്റി. കണ്ണു നോക്കി മിഴിപ്പിച്ച് കാണിക്കും. ചുണ്ടോണ്ട് എന്തോന്ന് പറയുന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെവിയിൽ പറഞ്ഞാൽ പറയാം. അതല്ലേ വളച്ചെടുക്കാന്ന് പറയും. പറ അങ്ങ്. വൈഫ് എന്ന രീതിയിൽ എനിക്ക് വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ എന്റെ ഭക്ഷണത്തിനാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് ഇപ്പൊ ഷൂട്ടിന്റെ തലേ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ തലേ ദിവസം എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അത് വൈഫിന്റെ ഡ്യൂട്ടി ആണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെൽപ്പാണ്. ആസ് എ വൈഫ് എനിക്ക് കിട്ടുന്ന വലിയൊരു ഹെൽപ്പാണ്. ചെയ്ത് തരുന്നാണ് അങ്ങനെ പറയണം. അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അതെ, നമുക്കിനി ഒന്നും അറിയണ്ടല്ലോ, പെട്ടി എടുത്തങ്ങ് പോയാൽ മതി. അപ്പൊ ഞാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ബോധർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. മറ്റേത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഞാൻ തന്നെ അതും ചെയ്യണം, ഞാൻ തന്നെ ഇതും ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരാള് സപ്പോർട്ട് ചെയ്യാനുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ കോസ്റ്റ്യൂംസ് എടുത്തു വെക്കുന്ന ചേച്ചിയാണ് സാഹചര്യങ്ങളിൽ. ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കും. പർച്ചേസിന് ഞാൻ കൂടെ പോവാറുണ്ട്. കൂടുതൽ സെലക്ഷനും ചേച്ചിയുടെ ആണോ? അല്ല, സെലക്ഷൻ ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം ഈ സീരിയലിനുള്ള പർച്ചേസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അത് എന്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ ആ ഒരു സുധീഷിന്റെ ഡ്രസ്സ് കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പൊ ഈ കാറ്റത്തെ കിളിക്കൂടെ എടുത്തു നോക്കുമ്പോ ഇപ്പം യദുചേട്ടനുണ്ട്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള അല്ലെ, നമ്മുടെ എന്താ സീരിയലിലെ മോഹൻലാൽ മമ്മൂക്കാന്നൊക്കെ ഒരു പദം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി ഒരുപാട് മൂവീസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് സീരിയൽ കഥാപാത്രങ്ങളില് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വളരെ ചെറുപ്പം മുതലായാലും ഇപ്പോഴായാലും എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യദുചേട്ടൻ എന്ന് പറയുന്നത്. അപ്പം ചേട്ടനും ഉണ്ട് നിങ്ങളുടെ സീരിയലില്. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾ കുറച്ച് യൂത്ത് ആണല്ലോ, കുറച്ച് അലമ്പ് പിള്ളേര്, നിങ്ങളായിട്ടുള്ള സിങ്ക് എങ്ങനെയാണ്? ഭയങ്കര ജോളിയാണ്. ഭയങ്കര ഞങ്ങളുടെ ചേട്ടനും യൂത്ത് തന്നെയാണ്. ചേട്ടൻ മാനസികമായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത വർഷം കണ്ട് 40 years കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ 40 years ഇൻ സിനിമ. അപ്പോ പക്ഷെ എന്നാലും ഒരു ഞങ്ങളുടെ ഒക്കെ ആ ഒരു പ്രായത്തിന്റെ ഒരു ചുറുചുറുക്കോട് കൂടിയിട്ട് തന്നെയാണ് ചേട്ടൻ എപ്പോഴും നിൽക്കുന്നത്. അത് ഭയങ്കര ഞങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങള് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചേട്ടന്റെ കയ്യിൽ നിന്നുണ്ട്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. യദുചേട്ടൻ ആ ക്യാരക്ടർ ഭയങ്കര ഫ്രീ ആയിട്ടാ ചെയ്യുന്നത് അല്ലേ? അങ്ങ് ഭയങ്കര ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എന്താ പറയാ, ഈ അഴിഞ്ഞാടുക എന്ന് പറയില്ലേ? അതായത് ഞാനിത് മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞൊരു സംഭവമാണ്. എനിക്ക് ചേട്ടനുമായിട്ട് കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സീനകത്ത് ചേട്ടൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചേട്ടന്റെ കൈ ഒരു വിറയല് പ്രായമായ ആൾക്കാരുടെ മദ്യപാനിയായ ഒരാളുടെ ഒരു ചെറിയ സാധനം ബീഡി വലിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുവരെ മൈന്യൂട്ടായിട്ട് കുറച്ച് സാധനങ്ങൾ ഇടുമ്പോ ഞാനിത് ഓപ്പോസിറ്റ് ഇരുന്ന് കൂടെ അഭിനയിക്കേണ്ട ഒരാളാണ്. ഓപ്പോസിറ്റ് ഇരുന്ന് കാണുമ്പോൾ എനിക്ക് പകുതി എന്റെ ശ്വാസം പോകും, പകുതി എന്റെ കിളി പോകും. കാരണം അപ്പൊ അത് ഞാൻ ഇതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കി ചേട്ടൻ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചേട്ടൻ അതിന് ആ ഒരു ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ഞങ്ങൾക്ക് എന്നെ പോലെയുള്ള ഈ ഫീൽഡിലോട്ട് വന്ന ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക് ഒരുപാട് പഠിക്കാനുള്ള സാധനങ്ങളും ചേട്ടൻ ഇട്ട് തരും. ഇപ്പം ആ സീരിയലിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നായകൻ എന്ന് എനിക്ക് തോന്നിയത് ചേട്ടനാണോ? ആക്ച്വലി ഞങ്ങൾക്ക് 5 പേർക്കും, ഈവൻ യദുചേട്ടൻ, മറ്റേ വിഘ്നേഷ്, നവനീത്, ഞാൻ 5 പേർക്കും ഈ 5 പേർക്കും നല്ല റോൾ. ഞാനിപ്പോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ഈക്വൽ റോളാണ്. എല്ലാവരും നായകന്മാരാണ്. 5 നായകന്മാരാണ്. നിങ്ങൾ എങ്ങനെ ഈ എടുത്ത കമന്റ്സ് ഇപ്പൊ TPR തന്നെ ഇപ്പൊ സെക്കൻഡ് പൊസിഷൻ അല്ലെ, ഇപ്പൊ കുറച്ച് ദിവസം ആയിരുന്നെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ എത്തി, ഇപ്പോഴേ ജഡ്ജ്മെന്റിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ ഓരോ കമന്റ്സ് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കൂ, ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞു അത് മാറ്റണം അങ്ങനെയൊക്കെ തീരുമാനിക്കാറുണ്ടോ? കമന്റ്സ് എടുത്ത് വായിച്ചു നോക്കി? ഇല്ല, കമന്റ്സിൽ വരുന്ന
എനിക്ക് വരുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് സുധീഷിനെ പറയുന്നതാണ്, എന്നെ പറയുന്നതല്ല. അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും സുധീഷ് എന്ന് പറയുന്നത് ആ ഒരു റൈറ്ററിന്റെ സൃഷ്ടിയാണ്. അതെ. അപ്പൊ അത് എനിക്ക് എന്റെ ഡ്യൂട്ടി ആ കഥാപാത്രത്തെ ചെയ്തു വെക്കുക, റൈറ്റർ എന്താണ് തരുന്നത് അത് പ്രോപ്പറായിട്ട് ചെയ്തു വെക്കുക എന്നുള്ളതാണ്. അതെ, സോ അതിപ്പോ എനിക്ക് അതിനകത്തോട്ടൊന്നും മാറ്റാൻ പറ്റൂല. അതെ, അതെ. എനിക്ക് സുധീഷ് എന്നുള്ള രീതിയിലൊന്നും മാറ്റാൻ അതിനകത്തോട്ട് പറ്റില്ല. പക്ഷെ നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞോ, ഈ ക്യാരക്ടറിന് ആൾക്കാർ കുറച്ചൊരു നെഗ് ഇത് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കളിയാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ നന്നായിട്ട് അത് എൻജോയ് ചെയ്തിട്ട് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ. ആ, അതെ. സ്വാഭാവികമായിട്ട് കളിയാക്കുന്നതൊക്കെ വരുമല്ലോ. അതെ. ടാക്സി ഡ്രൈവർ ആണെങ്കിലും ടാക്സി ഡ്രൈവർ മാത്രമാണ്. ഫസ്റ്റ് മീറ്റിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പൊ ഈ സുധീഷിന്റെ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി, എന്നാലും ഞാൻ വെറുതെ ഇടുകയാണ്. ഇപ്പൊ സുധീഷ് അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒട്ടുമല്ല. ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു, എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു, എല്ലാം തുറന്നു പറഞ്ഞു. അത് നെഗറ്റീവ്സ് ആണോ പറഞ്ഞ പോസിറ്റീവ്സ് ആണോ? ആദ്യം നെഗറ്റീവ്സാ പറഞ്ഞത്. ഈ നെഗറ്റീവ്സ് പറഞ്ഞ് കൂടിയപ്പോഴത്തേക്ക് എനിക്ക് നെഗറ്റീവ് അടിച്ചിരിക്കും. ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞ ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ചിന്തിച്ചു, ഇതിപ്പോ ഇയാള് പറയുന്ന ഫുള്ളും ഇയാൾക്കിപ്പോ താല്പര്യം ഇല്ലേ? ശരിക്കും ഇനിയിപ്പോ ഒഴിവാക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഈ നെഗറ്റീവ്സ് മാത്രം പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു. ഞാൻ പാർട്ണർ ആവാൻ പോകുന്ന ആളോട് ഞാൻ പോസിറ്റീവായിട്ട് എന്റെ കാര്യങ്ങൾ എനിക്ക് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇതിനേക്കാളും പറയുന്നത് എന്റെ നെഗറ്റീവ്സ് പറഞ്ഞോട് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയാ? കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ്. അതെ അതെ, ഞാൻ ആക്ച്വലി ഞാൻ അതിനോട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പയ്യൻ അതില് ദേഷ്യം ഉൾപ്പെടുത്തിയായിരുന്നോ? ഷോർട്ട് ടെമ്പേർഡ് ആണെന്നുള്ളത് പറഞ്ഞായിരുന്നു. ഷോർട്ട് ടെമ്പേർഡ് ആണെന്നുള്ളത് ഇല്ല പറഞ്ഞില്ല. അല്ല അമീൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ഒന്നും അല്ല. ചെറിയ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആള് പെട്ടെന്ന് തണുക്കും. അത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് സൈഡ് ഒന്നും അല്ല ചെയ്തു അല്ലേ? ആ ശരി. പക്ഷെ അത് നല്ലതാണ്, കാരണം ഒരാളുടെ നെഗറ്റീവ് അറിഞ്ഞിട്ട് വരുന്നതിലും പറയാലോ, ഞാൻ പറഞ്ഞാലോ എന്റെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു തന്നെയല്ലേ. അത് തന്നെയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ല, ഞാൻ പറഞ്ഞാലും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതൊന്നും പറ്റൂല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഞാനറിഞ്ഞോ പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞു പറയുന്നത് പോലെ തന്നെ ഞാൻ അറിഞ്ഞേ ഇല്ല. അത് എന്നെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ലൈഫിലേക്ക് വന്ന് ഞാൻ എല്ലാം പറഞ്ഞല്ലോ. ഞാൻ എല്ലാം പറഞ്ഞല്ലോ, എന്തിനാ വന്നതെന്ന് ചോദിച്ചാ എന്തായിരിക്കും ചേച്ചിയുടെ മറുപടി? ഇപ്പൊ അങ്ങനെ ചോദിക്കാനും പറയാൻ പറ്റൂല. എന്ത് പറയാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഇരിക്കാം. വിധി അല്ലാണ്ട് എങ്ങനെയാണ് തലവിധിന്ന്. അമീൻ ചേട്ടൻ ഇപ്പൊ ആങ്കർ ആണ്, കുറച്ചേരം ഡയനെ അറ്റാക്ക് ചെയ്യട്ടോ. കൊറേ അമീൻ ചേട്ടൻ കയറി വരുന്നുണ്ട്. അല്ല, ആങ്കർ ആണ്, ആക്ടർ ആണ്, എല്ലാ കഴിവുകളും അറിയാം. ഡയാന ചേച്ചി അതെ ആങ്കർ ആണ്, ആക്ടർ ആണ്. നിങ്ങൾക്ക് എല്ലാം അതും സിമിലാരിറ്റീസ് ആണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഡാൻസർ ആണ്, ആക്ടർ ആണ്. അമീൻ ചേട്ടൻ ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കും, പക്ഷെ എന്തോ ഡപ്പാങ്കൂത്ത് സ്റ്റെപ്പ് അതൊക്കെ ഇല്ല. ഏഷ്യാനെറ്റിൽ ഇപ്പൊ കാറ്റത്തെ കിളിക്കൂട് വന്നതിന് ശേഷം 2 ഷോ ചെയ്തു. അതെ, അമീനും നിതിയും. ഞാൻ പറഞ്ഞ ചെറിയ സ്റ്റെപ്പുകൾ, എനിക്കൊരു താളമുണ്ട്, ആ താളത്തിന് സ്റ്റെപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഉഴപ്പിയാണ്. ഞാൻ ഡാൻസ് പഠിക്കാൻ ഉഴപ്പിയാണ്. ഡാൻസ് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോയി ഉഴപ്പി നിന്ന് ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയിരിക്കും ഞാൻ പഠിച്ചു കയറുന്നത്. അമീൻ അങ്ങനെയല്ല. അമീൻ ആക്ച്വലി അമീന്റെ നിതിനെ ഇന്റർവ്യൂ ചെയ്താൽ പറയും, അമീൻ ആദ്യമേ വന്ന് അവിടെ നിന്ന് ഫുൾ സ്റ്റെപ്പ് പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് CBSE കുട്ടീന്നാണ് വിളിക്കുന്നത്. പഠിക്കുന്ന പോലെ നിന്ന് പഠിപ്പിച്ചിട്ട് അതെ നിധി വിളിക്കും. അമീൻ പഠിപ്പിച്ചിട്ടാണ് കേട്ടോ. കാരണം അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് മാക്സിമം നന്നായിട്ട് പഠിച്ചു കയറും. ഞാൻ ലാസ്റ്റ് മിനിറ്റ് പഠിച്ചിട്ട് കളിക്കും. അതാണ് വ്യത്യാസം. നമുക്ക് ആ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അതെ, നമുക്ക് സ്റ്റെപ്പ് വെക്കണമെങ്കിൽ പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കോമാളിയായി പോകും. ഒരു പൊക്കൽ ഇവിടെ ഇരിക്കും. ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം അറിയാം. ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഹിഡൻ ടാലൻസ് എന്നാ അപ്രീസിയേഷൻ കിട്ടാത്തതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന കുക്ക് ചെയ്യുന്ന ടാലന്റ് ഞാൻ പറഞ്ഞില്ലേ, കുക്ക് ചെയ്യും. അതൊരു ടാലന്റ് ആണ്, അത് നല്ലൊരു ടാലന്റ് ആണ്. ഞാൻ മറ്റേത് പറയാനോ? എന്താ എന്ത് ടാലന്റ്? ഇല്ല, എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ യൂസ് ടു സ്റ്റിച്ച് മൈ ഓൺ ഡ്രസ്സസ്. പണ്ട് സമയം ഉണ്ടായിരുന്നപ്പോ, ഇപ്പൊ പിന്നെ അതിന് മെനക്കെടാറില്ല. എനിക്കൊരു ഡ്രസ്സ് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അതിന് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യാം. എനിക്കും ഒരു കുർത്തയും മുണ്ടും അതൊക്കെ ചെയ്യും. അത് കുറച്ചറിയാം. പിന്നെന്താ, അമ്മ എന്ത് ചെയ്യും? അമ്മ ചെറുതായിട്ട് പാടും. ചെറുതായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താ ഇപ്പൊ അന്ധകാലം. സ്നേഹം വരുമ്പോ പാട്ടൊക്കെ പാടി തരാറുണ്ടോ? ഞങ്ങള് പാരഡി
പാരഡിയുടെ ആൾക്കാരാ. ഞങ്ങൾക്ക് പാരഡി ഉണ്ട്. സ്നേഹം വരുമ്പോ പാരഡി പാട്ടൊക്കെ ഏത് പാട്ടാ ഒന്ന് പഠിക്കാന്ന് അത് കേൾക്കാം. പറയില്ല, അത് പാടില്ല. അത് ഞങ്ങളുടെ സീക്രട്ട് ആണ്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഡി സോങ്ങിലൊക്കെ സ്നേഹം വരുമ്പോള് അതായത് ഞങ്ങള് വേറെ എന്താ ഏതെങ്കിലും ഒരു പാട്ട് പാട്ടെടുത്തിട്ട് അതിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ലിറിക്സ് ആഡ് ചെയ്തിട്ട് കേട്ടുന്നുള്ളൂ. അതൊരു കഴിവായിട്ടുള്ളതല്ല കേട്ടോ, ഞാൻ പറഞ്ഞു. അല്ല പാരഡി സോങ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കഴിവാ. ലൈക്ക് ഓൺ ദ സ്പോട്ടിൽ പാരഡി വരുത്തിക്കാൻ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും. നടക്കൂല മോളെ. അത് നല്ല ഒരു അടിപൊളി ഇതല്ലേ. അങ്ങനെ ഈ ആങ്കറിംഗ് ഫീൽഡിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേന് ഇപ്പം പേളി ചേച്ചിനൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. പേളി ചേച്ചിയുടെ വൺ ഓഫ് ദ ഭയങ്കര അല്ലെ, എനിക്കൊന്ന് ലാസ്റ്റ് ആയിട്ട് പേളി ചേച്ചിന് ഇന്റർവ്യൂ എടുത്തത് തുടക്ക കാലഘട്ടത്തിലാണ്. വെളിച്ചിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇന്റർവ്യൂ പേളി ചേച്ചി പിന്നെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. പേളിമാണി കൊടുത്ത ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നത് ചേട്ടന്റെ അല്ല, എനിക്കത് അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് വിശ്വസിച്ചത്. അതിനുശേഷം ഇന്റർവ്യൂ തുടക്കകാലം മുതൽ ഒരുപാട് ആക്ടേഴ്സിന് എടുത്തെടുത്തവര് എപ്പോ തൊട്ടാണ് ഈ ഇന്റർവ്യൂയിലേക്ക് തിരിയാം, അല്ലെങ്കിൽ എന്റെ ഒരു പാഷൻ ഇന്റർവ്യൂവും കൂടെ ആണെന്ന് എങ്ങനെ തിരിച്ചു? അല്ല, ഞാൻ തുടക്കത്തിൽ എന്റെ ആങ്കറിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ചെന്നൈയിലായിരുന്നു, സണ്ണിന്റെ ഓഫീസിൽ ചെന്നൈയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സൂര്യയുടെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ തമിഴ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ബൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകും. ഈ ബൈറ്റ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കണ്ടന്റ് നമ്മൾ എടുത്തു കൊടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ തുടക്കം തൊട്ടേ ഉണ്ട് ഈ ആർട്ടിസ്റ്റുകൾ ഇന്റർവ്യൂ ചെയ്യുന്നതും. അത് ബൈറ്റ് എന്നുള്ള പേരിലാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ഇരുന്നിട്ടുള്ള ഒരു ടോക്ക് ഷോ അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് 10 മിനിറ്റ് ഉള്ളത് പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിലേക്ക് മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്. തമിഴ് ആക്ടേഴ്സിന് ആരൊക്കെയാണ് ചെയ്തേക്കുന്നത്? ശിവകാർത്തിക്. അല്ല, ഞാൻ പറഞ്ഞു വിജയ്, അജിത്ത്, അതല്ല ഇവരൊക്കെ ഒഴികെ വെയിറ്റ് എന്നും പറഞ്ഞു. വിജയ്, അജിത്ത്, ചിമ്പു, വിക്രം സൂര്യനെ ചെയ്തിട്ടുണ്ട്. വിക്രം, പിന്നെ രജനീകാന്ത്, കമൽഹാസൻ, ഈ 6 പേര് ഒഴികെ. കാരണം ഞാൻ പറയാൻ കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന പോലെ അവിടെ നടികർ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഇതിന്റെ ഷോസിന് വേണ്ടിയിട്ട് ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ ആർട്ടിസ്റ്റുകളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര്, വിജയ് സേതുപതി ആയിക്കോട്ടെ, ജയം രവി ആയിക്കോട്ടെ, ശിവകാർത്തികേയൻ ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, ഒരുപാട് പേര്, ധനുഷ്, ഒരുപാട് പേരെ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. അത് ഭയങ്കര ഭാഗ്യല്ലേ. തമിഴ് മൊത്തല്ലേ, ഇനി ആകെ 6 പേരല്ലേ ഉള്ളൂ, ബാക്കി എല്ലാരെയും കയ്യിലെടുത്ത്. തമിഴിലായിരുന്നു അപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്? അല്ല, മലയാളത്തിൽ. ഇവർക്കൊക്കെ മലയാളം, ഞാൻ സൂര്യ ടിവിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്, സൂര്യ ടിവിയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരോട് നമ്മൾ മലയാളത്തിൽ ചോദ്യം ചോദിക്കും, അവർ തമിഴില് റെസ്പോണ്ട് ചെയ്യും. ഇൻ കേസ് ഞാൻ പറയുന്ന മലയാളം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ, എനിക്ക് തമിഴ് കുറച്ച് അറിയാം, അപ്പൊ ഞാൻ തമിഴ് സാർ ഇതാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവർ തമിഴിൽ റെസ്പോണ്ട് ചെയ്യും. ഇൻ കേസ് മലയാളം സംസാരിക്കാൻ അറിയുന്ന ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ അവർ മലയാളത്തിൽ റെസ്പോണ്ട് ചെയ്യും. സൂര്യയിലായിരുന്നു ഇത് വന്നോണ്ടിരുന്നത്? സൂര്യ കോമഡിയിലോ? സൂര്യ ടിവിയില് ചില ഈ അമ്മയുടെ ഷോയൊക്കെ സൂര്യയില് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യില്ല, അതുപോലെ കുറെ ഷോസ് സൂര്യയിൽ ടെലികാസ്റ്റ് വനിതയുടെ ഷോസ് ഒക്കെ വരുമായിരുന്നു. ഓക്കെ. അതെ, നമ്മളിപ്പോ ഈ ചാനലില് ഏറ്റവും കൂടുതൽ തമ്മിൽ ഇപ്പൊ അനുമോള് ട്രോഫിയും പിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളോട് കുറെ കമന്റ്സ് ഞങ്ങൾക്ക് തന്നെ വരാം, നിങ്ങളുടെ തമ്മിൽ അനുമോള് ട്രോഫിയും പിടിച്ചിരിക്കുന്നതായിക്കോട്ടെ. എല്ലാ ഇന്റർവ്യൂലും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പൊ വരുന്നത് മൊത്തം അനുമോളായിട്ട് നല്ല ക്ലോസ് ആയിട്ടുള്ളവരായിരിക്കും വരുന്നത്. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി കുറെ പ്രഷർ കമന്റ് ഇടുന്നുണ്ട്, നിങ്ങളുടെ മൈൽ സ്റ്റോണിന്റെ അത് മാറ്റിയിട്ട് അനുമോള് കപ്പ് പിടിച്ചോണ്ട് ഇട്ടൂടെ. അപ്പം അനുമോളായിട്ട് ഭയങ്കര ക്ലോസ്ഡ് ആണ്, ഭയങ്കര അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇപ്പൊ വിവാഹത്തിന്റെ കാര്യം തന്നെ ആയാലും എടുത്ത് നോക്കുമ്പോൾ അവിടെയും അനുമോൾ എന്ന ടോപ്പിക് വന്നിട്ടുണ്ട്. ഇപ്പം എന്താ പറയാ, നിങ്ങൾ രണ്ടുപേരുടെയൊക്കെ സാമ്യം എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡ് വർക്കിങ്ങിലൂടെ അച്ചീവ് ചെയ്തവരാണ്. ഇപ്പൊ ഡയാന ചേച്ചി ആയിക്കോട്ടെ, അനുമോൾ ആയിക്കോട്ടെ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്തായാലും വരും അല്ലെ, അത് നമുക്ക് ഓഫ് കോഴ്സ്. പക്ഷെ എല്ലാ ഹാർഡ് വർക്കിങ്ങിലൂടെ സ്വന്തം കാര്യങ്ങൾ എന്താ പറയാ പ്ലാൻ ചെയ്ത് നേടിയവരാണ്. അപ്പൊ അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ സ്റ്റാർ മാജിക്കിൽ വരുമ്പോഴാണ് അനുവിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ഡേ വരുമ്പോഴത്തേക്കും എന്നോട് വന്ന് സംസാരിച്ച് കൂട്ടുകൂടിയ 2 പേരിൽ ഒരാള് അനുമോളാണ്, ഒന്ന് ജസീല. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ വന്ന ദിവസം. അപ്പൊ അന്ന് ഞാൻ എന്റെ ഫസ്റ്റ് മൂവി കഴിഞ്ഞു, ഗാംബ്ലർ വർക്ക് ചെയ്ത് റിലീസ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ പക്ഷെ അന്ന് മുതലേ അവള് ഭയങ്കര കമ്പനിയാണ്, അവർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അമീനയും, കാരണം ഇവര് പണ്ട് സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സൂര്യയുടെ തന്നെ. അതെ അതെ. എനിക്ക് മുന്നേ അറിയാം അല്ലേ? അല്ലല്ല, അനു സ്റ്റാർ മാജിക്കിൽ വരുന്നതിന് മുമ്പാണ് എനിക്ക് പരിചയമുള്ളത്. ഭയങ്കര വെൽവിഷറാ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെൽവിഷേഴ്സ് ആണ്.
ഈ പറഞ്ഞ പോലെ ലൈഫിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ പ്ലാനിങ് അനുമോൾക്കും നല്ല പക്ക പ്ലാനിങ് ഉണ്ട്. അവൾ ആക്ച്വലി ഭയങ്കര ഒരു എന്താ പറയാ ഹോംലി പേഴ്സൺ ആണ്. അവൾക്ക് ഫാമിലി ഭയങ്കര വിലപ്പെട്ടതാണ്. പിന്നെ അവളുടെ എന്താ പറയാ അവളുടെ കരിയർ അവൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവൾ എപ്പോഴും എത്രയും സ്വന്തം കാലിൽ നിൽക്കണം എന്ന ഒരു വലിയൊരു ആഗ്രഹത്തോടെയും ദൃഢനിശ്ചയത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. പിന്നെ നല്ല ഗട്സും ധൈര്യമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസ് പോലത്തെ ഷോ വിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നല്ല ഫോക്കസ്ഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ് അനുമോള്. പേഴ്സണലി നല്ലൊരു ഫ്രണ്ട് ആണ്. ബിഗ് ബോസ് നിങ്ങൾ മീറ്റ് ചെയ്തോ? പിന്നെ ഞങ്ങൾക്ക് അടുത്ത മാസം ഷോ ഉണ്ട്. ഞങ്ങള് ആക്ച്വലി ഞാന് ആതിര അനുമോള് ഞങ്ങള് മൂന്നുപേരും കൂടി ഒരു ഡാൻസ് ഷോ കണ്ണൂർ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രോഗ്രാം. ആഫ്റ്റർ ബിഗ് ബോസിന് ശേഷം നിങ്ങൾ ഒരുമിച്ചുള്ള ഷോ ആണ് ഇത്? അതായത് ബിഗ് ബോസിന് ശേഷം ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങള് അനുവിന്റെ നാട്ടില് സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും അമീരും അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആതിരയും അനുവും അബ്രോഡ് ദുബായിലൊക്കെ ഷോയ്ക്ക് പോയി. പിന്നെ ഞങ്ങള് ഇടയ്ക്ക് ഫ്ലാറ്റിൽ വരാറുണ്ട്. എറണാകുളം ഒരു ഫ്ലാറ്റിൽ വരാറുണ്ട് അവിടെ. ഇനിയിപ്പോ ഇത് ഡാൻസ് ഷോ ആദ്യം ഒരുമിച്ച് ചെയ്യാം. ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഡയാന ചേച്ചിയും ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റ്. ഫ്യൂച്ചറിൽ ബിഗ് ബോസിലേക്ക് ഒരു കപ്പിൾ എൻട്രി വിളിച്ചാൽ നിങ്ങൾ പോകുമോ? എന്താണ് അഭിപ്രായം? നിങ്ങൾ പോണം എന്നാണ് എന്റെ അഭിപ്രായം. കപ്പിൾ എൻട്രി അല്ലേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. കപ്പിൾ എൻട്രി കുഴപ്പമില്ല അല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും മിണ്ടിക്കൊണ്ടിരിക്കാലോ. അല്ലേ ആര് വഴക്ക് കൂടിയാലും അവര് പറയും ഇങ്ങനെ മിണ്ടാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പറഞ്ഞാൽ ഞാൻ വന്ന് പറയും ഇടിക്കിടിക്കിടിക്കി അങ്ങനെ പറഞ്ഞു സീക്രട്ട് പറയാം അല്ലേ, തുറന്നു പറയാം. കപ്പിൾ ഇങ്ങനെയൊക്കെ പറയാം. നല്ല അഭിപ്രായം. ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ പോവോ? വിളിച്ചാ പോവോ? ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇനി എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ലൈക്ക് പോണെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവരും ഒരു എയിം ആണല്ലോ, ഒന്ന് ട്രൈ ചെയ്യണം. എന്താ ഇതേ പറയുമ്പോ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അനുമോള് കപ്പൊക്കെ ആയിട്ട് വന്ന് ഞാൻ ചിലപ്പോ കപ്പൊന്നും ഇല്ലാണ്ട് ആദ്യത്തെ റൗണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. പിന്നെ എനിക്ക് അങ്ങനത്തെ പിന്നെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധിയും പുഷ്പം പോലെ വന്നോ അനുമോൾ തന്നെ പറഞ്ഞേക്കണം. വന്നോ ഭയങ്കര ചലഞ്ചിങ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത്രയും ചലഞ്ചിങ് ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടോ? എന്താ ചെയ്യാ? എന്നോട് ഇതെല്ലാം കണ്ടോണ്ടിരുന്ന നിങ്ങൾ അടുത്ത എടുക്കാനൊക്കെ കഴിഞ്ഞാല് ഞാൻ എടുത്തു കളയും. ആണോ? വേറെ കാര്യം 3 മാസം ഫ്രീ ആയിട്ട് ഇരിക്കാട്ടോ. 3 മാസം ഫുൾ ജോളി. അടിപൊളി. ഇപ്പൊ ജോലി അല്ലാന്നാ പറയുന്നത്. 3 മാസം ഫുൾ ജോലിന്ന്. ആണോ? ഇപ്പൊ ജോലി അല്ല. പക്ഷെ അല്പം വരട്ടെ തരാട്ടാ.